ഇന്ന് നമുക്ക് അച്ചാർപ്പൊടി ഇല്ലാതൊരു മാങ്ങാച്ചാർ ഉണ്ടാക്കിയാലോ. അപ്പോൾ ഫസ്റ്റായിട്ട് നല്ലെണ്ണം ചൂടാക്കിയിട്ട് അതിൽ നമ്മൾ കടുകൊന്ന് പൊട്ടിക്കുന്നുണ്ട്. പിന്നീട് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കും. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടിയൊക്കെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. പിന്നീട് ഒരല്പം ഉപ്പ് ആഡ് ചെയ്യും. കുറച്ച് ഉപ്പ് മാത്രം ആഡ് ചെയ്യാൻ കാരണം നമ്മൾ മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മാങ്ങ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ട് അതിൽ കുറച്ച് കല്ലുപ്പ് ആഡ് ചെയ്തിട്ട് നമ്മൾ മിക്സ് ചെയ്തൊരു 2-3 മണിക്കൂർ വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ കൂടുതൽ ഉപ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലോട്ട് കുറച്ച് വിനെഗർ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് ഓഫ് ചെയ്ത് വെക്കുക. കുറച്ച് കായപ്പൊടി ആഡ് ചെയ്യുക. ഇനി നമ്മൾ ഉപ്പ് തിരുമ്മി വെച്ച മാങ്ങൻ്റെ അടിയിൽ നല്ല വെള്ളം വന്നിട്ടുണ്ടാവും. ആ വെള്ളം ഇതിലോട്ട് ആഡ് ചെയ്യുന്നു, മാങ്ങ ആഡ് ചെയ്യുന്നു, മിക്സ് ചെയ്യുന്നു. പിന്നീട് നമ്മൾ കുറച്ച് ഉലുവയും കടുകും പൊട്ടിച്ച് അത് ചതച്ചിട്ട് അതും ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. മിക്സ് ചെയ്യുന്ന നമ്മൾ മാങ്ങാച്ചാർ റെഡിയായി. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.